പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കാൻ വേണ്ടിയല്ലേ യേശു ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത്? നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഏതോ ഒരു കാര്യം നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ടല്ലേ, അത് യേശു സന്തോഷമുള്ളതാക്കി മാറ്റും. ഏതോ ഒരു കാര്യം നിങ്ങളെ അടിമത്തത്തിലാക്കി വിമോചനമില്ലാതെ തുടിക്കുകയാണോ? നിങ്ങൾ തീർച്ചയായും വിമോചിതരാകും. ഈ സ്ഥലം കണ്ടോ? ഈജിപ്തിലുള്ള പിരമിഡാണ് ഇത്. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായി പറയപ്പെടുന്ന ഒരു അത്ഭുതമാണ് ഇത്. ഇവിടെ ഈജിപ്തിൽ മൊത്തമായി 170 പിരമിഡുകൾ ഉള്ളതായി പറയപ്പെടുന്നു. പല സ്ഥലങ്ങളിൽ ഇത് കെയ്റോവിലാണുള്ളത്. ഗീസ എന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്ത് 9 പിരമിഡുകളുണ്ട്. 3 വലിയ പിരമിഡുകൾ നിങ്ങൾക്കിവിടെ കാണാം. പിന്നെ ചെറിയ ചെറിയ 6 പിരമിഡുകളുമുണ്ട്. വലിയ പിരമിഡുകൾ രാജാക്കന്മാരെ അടക്കം ചെയ്ത പിരമിഡുകളാണ്. ചെറിയ പിരമിഡുകൾ രാജ്ഞിമാരെ അടക്കം ചെയ്ത പിരമിഡുകളാണ്. ആ കാലത്ത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ രാജാക്കന്മാർ മരിക്കുമ്പോൾ അവരെ അടക്കം ചെയ്യാൻ കല്ലറയായി ഉപയോഗിക്കുന്ന സ്ഥലമാണിത്. അവരുടെ വിശ്വാസപ്രകാരം ഉയരത്തിൽ മുന പോലെ ഉണ്ടാക്കി മരിച്ചവരുടെ ആത്മാവ് നേരെ ദൈവത്തിങ്കലേക്ക് പോകുമെന്നതായിരുന്നു അവരുടെ വിശ്വാസം. അവരുടെ ശരീരത്തെ എംബാം ചെയ്ത് മമ്മി എന്ന് പറയപ്പെടുന്ന ശവപ്പെട്ടിയിൽ ശരീരത്തിന്റെ അകത്തുള്ളതെല്ലാം എടുത്ത് അതിനെ എംബാം ചെയ്ത് മമ്മി എന്നറിയപ്പെടുന്ന ശവപ്പെട്ടിയിൽ മനുഷ്യന്റെ രൂപത്തിൽ ശരീരത്തെ അടക്കം ചെയ്താൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ആ ശരീരങ്ങൾ ചീത്തയാവാതെയിരിക്കും. അതിനാവശ്യമുള്ള ഔഷധങ്ങളും സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ ഈ നാട്ടിൽ ലഭിക്കുന്നതുകൊണ്ട് അത് പുരട്ടി അടക്കം ചെയ്തതായി പറയപ്പെടുന്നു. അതിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കരിഞ്ജീരകമില്ലേ, അതും ആ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആ മമ്മീസ് കണ്ടുപിടിച്ച് അവയെല്ലാം തുറന്നു നോക്കിയപ്പോൾ ശരീരങ്ങൾ ദ്രവിച്ചു പോകാതെ ചുരുങ്ങി അങ്ങനെ തന്നെയുണ്ടായിരുന്നു. ഈജിപ്തിലെ മ്യൂസിയത്തിൽ അതുപോലെയുള്ള ചില ജഡങ്ങൾ വെച്ചിരിക്കുന്നത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. മോശ ഫറവോന്റെ അടുത്ത് ചെന്ന് സംസാരിച്ചില്ലേ, ആ റമീസീസ് എന്ന ഫറവോന്റെ ജഡവും ഇവിടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് എന്നത് എന്നെ അതിശയിപ്പിക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ ആ കാലത്ത് തന്നെ, അതായത് വിജ്ഞാനത്തിൽ ഈജിപ്തുകാർ വളരെ മുൻനിരയിലായിരുന്നു. ഈ പിരമിഡുകളിൽ 2 മില്യൺ കല്ലുകൾ, ഓരോന്നും 8 ടൺ ഭാരമുള്ള കല്ലുകളൊക്കെ ഉണ്ട്. എല്ലാം അനേകം ടൺ ഭാരമുള്ളതാണ്. 8 ടൺ ഭാരമുള്ള കല്ലുകൾ പോലുമുണ്ട്. വളരെ ഉയരത്തിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. ഞാൻ അവിടെ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് അറിയണമല്ലേ? പുറപ്പാട് 33 അധ്യായം 14 വാക്യം. എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവ മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കണമെന്ന് മോശയെ കൊണ്ടുവന്നില്ലേ? ആ മോശയ്ക്ക് യഹോവ കൊടുത്ത വാഗ്ദത്തമാണിത്. ഞാൻ നിന്റെ കൂടെ ഇരിക്കും, ഞാൻ നിനക്ക് മുൻപേ ചെല്ലും, നീ ഭയപ്പെടേണ്ട, നിനക്ക് സ്വസ്ഥത തരും എന്ന് ധൈര്യപ്പെടുത്തി. ആ മോശ മുഖാന്തരമാണ് യഹോവ ഇസ്രായേൽ ജനങ്ങളെ ഈ രാജ്യത്ത് നിന്ന് വിടുവിച്ച് മരുഭൂമിയിലൂടെ വഴി നടത്തി കനാൻ ദേശത്ത് കൊണ്ടുപോയി ചേർത്തത്. ആ മരുഭൂമി വളരെ നീണ്ട യാത്രയാണ്. അവിടെ മരങ്ങളുമില്ല, കിണറുകളുമില്ല, നദികളുമില്ല, ഒരു സൗകര്യവുമില്ല. പക്ഷേ യഹോവ ഏകദേശം 30 ലക്ഷം ജനങ്ങളെ മരുഭൂമിയിൽ വെച്ച് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് ഭദ്രമായി കൊണ്ടുപോയി ചേർത്തു. ആ യഹോവ നിങ്ങളെയും നടത്തും, അടിമത്വത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കും. എന്റെ സാന്നിധ്യം നിനക്ക് മുൻപായി ചെല്ലുമെന്ന് വാക്കുകൊടുത്തു. ഭയപ്പെടേണ്ട, യഹോവയുടെ സാന്നിധ്യം നിങ്ങളുടെ മുൻപാകെ ചെല്ലും, നിങ്ങൾക്ക് സ്വസ്ഥത തരും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അന്ന് മോശയ്ക്കങ്ങ് വാക്ക് കൊടുത്തതുപോലെ എനിക്കും വാക്ക് തന്നിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മുൻപായി പോകുന്നതിന് സ്തോത്രം. സ്വസ്ഥത തരുന്നതിനായി സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ